ടയേർഡ് ആയോ? ഓക്കെ. അപ്പൊ ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ ഡോക്ടറെ അടുത്ത് നിന്ന് അറിയാൻ താല്പര്യമുള്ള ഒരു ചോദ്യമാണ് ചോദിക്കാൻ പോണത്. അതായത് ആസ് എ ബിസിനസ് വുമൺ എങ്ങനെയാണ് ഫാമിലിയും ഒരമ്മയും ഒക്കെ ആയിട്ടുള്ള റോളുകള് എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഇതെല്ലാം കൂടി എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നു? എത്രമാത്രം നീതി പുലർത്താൻ പറ്റുന്നു ഇങ്ങനെയുള്ള ഈ റോളുകളുടെ കൂടെ ഒരു ബിസിനസ് വുമൺ ആയിരിക്കുന്ന സമയത്ത്? ആക്ച്വലി നമ്മള് ഹോം മേക്കർ അല്ലേ, വൈഫാണ്, 3 കുട്ടികളുടെ അമ്മയാണ്, ഒരു അധ്യാപികയാണ്. അപ്പോ ഇതെല്ലാം സൈമൾട്ടേനിയസ്ലി കൊണ്ടുപോകാനുള്ള സമയം കണ്ടെത്തുകയും അതിന്റെ ടൈം കീപ്പപ്പ് ചെയ്യുകയും ഇത്രയും ബിസിയൊക്കെ ആണെങ്കിലും സെൽഫ് സ്പേസ് എടുക്കാറുണ്ട്. എൻജോയ്മെന്റ്, ഹാപ്പി, അത്തരം എന്റർടൈൻമെന്റിനുള്ള സമയം കണ്ടെത്താറുണ്ട്. അതൊരു എന്താ പറയാ, അതൊരു ഓയിൽ പോലെയാണ്. ഈ ഒരു വർക്ക് ഹോം മേക്കർ ആയിക്കോട്ടെ, കോളേജിലെ പ്രൊഫസർ HOD ആയിക്കോട്ടെ, ഫിലിം മേക്കർ ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ വർക്ക് ആയിക്കോട്ടെ, റൈറ്റിംഗ് ആയിക്കോട്ടെ, ഇതെല്ലാത്തിന്റെയും ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ സ്പിരിറ്റ് ആൻഡ് എന്തൂസിയാസം. അതിനുവേണ്ടി നമ്മൾ ആർട്ടിഫിഷ്യലി ഫിക്ഷണലി ക്രിയേറ്റ് ചെയ്യുന്നതും റിയലിസ്റ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഹാപ്പിനെസ്, പ്ലഷർ മൊമെന്റ്സ്, എന്താ പറയാ, അതെല്ലാം കൂടിയിട്ടാണ്. അതില്ലാതെ നമ്മൾ വർക്ക് എന്ന് പറയുമ്പോൾ വി ഫീൽ എക്സോസ്റ്റഡ്. ചിലപ്പോൾ എഴുതാനിരിക്കുമ്പോൾ നമുക്ക് എഴുത്തുകൾ ഒന്നും വരില്ല, ബ്ലാങ്ക് ആയിരിക്കും. വർക്ക് പ്ലേസിൽ നമുക്ക് അത് ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുപോലെ ബിസിനസ്സിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. മണി മാനേജ്മെന്റ് ഏറ്റവും ടഫസ്റ്റ്. അത് നല്ലപോലെ ഒരിക്കൽ പോയാൽ പിന്നെ കിട്ടില്ല. സോ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതില് പൈസ ഡീലിങ്, അത് ചെറിയ ഒരു 10 rupees ആയിക്കോട്ടെ, 10 lakhs ആയിക്കോട്ടെ, ക്രോർ ആയിക്കോട്ടെ, നമ്മൾ നല്ലപോലെ ഡീൽ ചെയ്യണം. അതിന്റെ നമുക്ക് ഇൻകം വരുന്നുണ്ടോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വേണം. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം, സേഫായി വെക്കണം, സേവ് ചെയ്യണം. ഇത്തരം ചിന്തകൾ, ഇത്തരം ആക്ടിവിറ്റീസ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നതിന്റെ ബേസിക് എന്താണ്, ഒരു വിജയ രഹസ്യം അല്ലെങ്കിൽ ആ ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഇല്ലെങ്കിലും ആ പ്രോസസ്സ് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് എന്താണ് സക്സസ് രഹസ്യം എന്ന് എന്നോട് ചോദിക്കുവാണെങ്കിൽ, ആസ് ബീയിങ് എ ഡോക്ടർ ജാനറ്റ്, എന്റെ ആ ഒരു ഇന്നർ സ്പേസ്, ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഫിക്ഷണൽ ഹാപ്പിനെസ്, റിയലിസ്റ്റിക് ഹാപ്പിനെസ്, അത് ഇല്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല. സോ ഐ വിൽ ക്രിയേറ്റ് ദ സ്പേസ് ഫോർ ദാറ്റ്, ടൈം ഫോർ ദാറ്റ്. അത് വച്ചോണ്ട് പ്ലാൻ ചെയ്യും. ഇപ്പൊ ഞാൻ എറണാകുളം വരുന്നുണ്ടെങ്കിൽ ഐ വിൽ റീച്ച് ബൈ 11. ഐ വിൽ ബി ഗോയിങ് ബാക്ക് ടു മൈ പ്ലേസ്, എന്റെ വീട് പെരിന്തൽമണ്ണ. അപ്പൊ ആ സമയം വരെ ഞാൻ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് സമയത്താണ് ചെയ്യേണ്ടത്, അൺഎക്സ്പെക്ടഡ്ലി ഒരു കാര്യങ്ങൾ കയറി വന്നാൽ അത് എങ്ങനെ മാനേജ് ചെയ്യണം, എത്ര വരെ മീറ്റിംഗ് ആവാം, ആരെയൊക്കെയാണ് മീറ്റ് ചെയ്യേണ്ടത്, എത്ര ബഡ്ജറ്റ് വരെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്, പേഴ്സണലി ഞാൻ ബെനിഫിറ്റഡ് ആണോ, എന്റെ ടൈം വേസ്റ്റ് ആവുമോ, അല്ലെങ്കിൽ വെദർ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ മൈ ഫാമിലി ഓർ മൈ കമ്പനി എന്നുള്ളതൊക്കെ ഞാൻ ആലോചിക്കും. എന്നിട്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക, പ്ലാൻ ചെയ്യുക. പിന്നെ പേഴ്സണലി ഞാൻ നേരത്തെ റിപ്പീറ്റഡ്ലി പറയുന്നത്, ആ മനസ്സിലെ ഉള്ള എന്തൂസിയാസം, എനർജി പോയാൽ നമ്മൾ ഒന്നുമല്ല. അപ്പൊ ആ എനർജി, ആ ഫയർ, എന്തൂസിയാസം നമ്മൾ എപ്പോഴും കീപ്പപ്പ് ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് എപ്പോഴും സംവാദിക്കണം, അവരെ കാണണം, അവരെ സംസാരിക്കണം, ടൈമിലി ഉറങ്ങണം, നല്ല ഭക്ഷണം കഴിക്കണം, മിനിമം എക്സസൈസ് ചെയ്യണം. ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണല്ലോ, എന്തൊക്കെ ഉണ്ടായാലും ഹെൽത്ത് പോയാ പോയി. അങ്ങനെ അപ്പൊ അത്തരം കാര്യങ്ങൾ ഒരു ചിട്ടകളും ഉള്ള ആളാണ് ഞാൻ. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പാർട്ടി പേഴ്സൺ അല്ല. അങ്ങനെ എന്താ പറയാ, ഒരു സ്പെൻഡ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ സമയവും ഇല്ല. ഞാൻ എന്റേതായ ചെറിയ സർക്കിളില് അതിൽ അധിക സന്തോഷം, ആവേശം, ചൈൽഡിഷ് ആയിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അതൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാവേ ഇല്ല എന്ന് വരെ എനിക്ക് പറയാൻ പറ്റും. അതൊക്കെയാണ് ഈ ടൈം മാനേജ്മെന്റും ഈ വർക്ക്, ഈ മൾട്ടിപ്പിൾ ടാസ്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ രഹസ്യം. അപ്പൊ എത്രമാത്രം കുടുംബത്തിന് സമയം കൊടുക്കാൻ പറ്റുന്നുണ്ട്? അപ്പൊ അതായത് ഇപ്പൊ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ
വർക്കിലേക്ക് അധികം ഫോക്കസ് ചെയ്യാതെ അവർക്ക് തന്നെ ഒരു ഡെഡിക്കേറ്റഡ് ടൈം തന്നെ കൊടുക്കുമോ, അതിൽ ഇന്ററപ്ഷൻസ് ഒന്നും വരാതിരിക്കാൻ നോക്കുമോ, അതോ എല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോകുക തന്നെ ചെയ്യുമോ? എങ്ങനെയാണ് അതിന്റെ ഒരു രീതി? എന്റെ ലൈഫ് ട്രാൻസ്പെറന്റ് ആണ്. ഇപ്പൊ ഞാൻ കോളേജിൽ നിന്ന് വണ്ടി വരും, ഹസ്ബൻഡാണ് വണ്ടി വിടുന്നത്. അപ്പൊ വണ്ടി അപ്പൊ അറിയുന്ന ഡ്രൈവേഴ്സ് ആയിരിക്കും, അവരെന്റെ ഒരു ബ്രദേഴ്സിനെ പോലെ ആയിരിക്കും. അപ്പൊ ഞാൻ അവരുടെ കൂടെ സേഫ് ആയിട്ട് വരുന്നു. വന്നു കഴിഞ്ഞാൽ ബേസിക് കാര്യം, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അത് കഴിയുമ്പോൾ ഡിസ്കഷൻ ഹസ്ബൻഡായിട്ട് അന്ന് മുതൽ ഉണ്ടായിട്ട് ഞങ്ങൾ എന്തായാലും ഒരു ഫ്രീക്വന്റ്ലി ടോക്കേഴ്സ് ആണ്. 1 hour 2 hour കൂടുമ്പോൾ ഞങ്ങളെല്ലാം ഷെയർ ചെയ്യുന്ന നോർമലി ഡേ 1 മുതൽ ഇപ്പോഴും. അല്ലെ നമ്മൾ ഫിലിം മേക്കർ ആയത് പണ്ട് മുതലേ ഞങ്ങൾ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ പറയും. ടി വി അങ്ങനെ കുത്തിരുന്ന് ന്യൂസ് ഒഴികെ ബാക്കി ഒന്നും ഞാൻ കാണാറില്ല. എന്റെ സീരിയൽ മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ. ഐ എം സോറി ഫോർ ദാറ്റ്. പിന്നെ ഇങ്ങനത്തെ ഫിലിം അവാർഡ് ഫങ്ഷൻസ് ഒക്കെ കാണാൻ ഇഷ്ടമാണ്. പിന്നെ ഇന്റർവ്യൂസ്, മറ്റുള്ളവരുടെ ഇന്റർവ്യൂസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പാട്ടില്ലാതെ ഒരു ദിവസം കൂടെ മുന്നോട്ട് പോകില്ല. മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ അതാ പറഞ്ഞത്, അതൊക്കെയാണ് എന്റെ സന്തോഷം. പിന്നെ ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു, സിനിമ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ആ സമയത്ത് എനിക്ക് വരുന്ന കോൾസ്, എനിക്ക് അധികം കോൾസ് വരാറില്ല. ഞാൻ കോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് അറ്റൻഡ് ചെയ്യാൻ ഞാൻ മെസ്സേജ് അയക്കാനും അങ്ങനെ എമർജൻസി ആണെങ്കിൽ മാത്രമേ ഞാൻ നേരിട്ട് സംസാരിക്കാറുള്ളൂ. അപ്പൊ എന്റെ ഫോൺ എപ്പോഴും സൈലന്റ് ആയിരിക്കും. അങ്ങനെ കോൾസിന്റെ ബഹളോ തിരക്കൊന്നുമില്ല. വോയിസും മെസ്സേജസും ഇമെയിൽസും ഒക്കെ വരാറുണ്ട്. പിന്നെ എന്റെ ഫാമിലിയിലെ ആൾക്കാർ മാത്രമേ എന്നെ ഫോൺ ചെയ്യാറുള്ളൂ. അങ്ങനെ. അപ്പോ വീട്ടിലാണെങ്കിലും അല്ലാതെ വീട്ടിനകത്ത് പോയാൽ ഞാൻ സിനിമ നോക്കുകയില്ല, അങ്ങനെയില്ല. സിനിമയ്ക്കകത്ത് ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴും ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഡയറക്ഷൻ ചെയ്യുമ്പോഴും ഞാൻ എന്റെ സമയത്തിൽ നിന്ന് എന്റെ ആൾക്കാരെ സംവാദിക്കാനും സംസാരിക്കാനും എന്റെ ഡെയിലി റുട്ടീൻ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ സമയം കണ്ടെത്തും. ആ ഒരു കാര്യത്തിൽ ഒരു ബ്ലോക്ക് വരികയോ തടസ്സം വരികയോ ചെയ്താൽ ഞാൻ ഡിസ്റ്റർബ്ഡ് ആണ്, സത്യം പറഞ്ഞാല്. എനിക്ക് അതില്ലാതെ പറ്റില്ല. സോ ഐ വാണ്ട് ടു ബി, എനിക്കത് എപ്പോഴും ഇങ്ങനെ ഒരു പാക്കപ്പ് പോലെ, നമ്മൾ പറയില്ല നമുക്ക് ടയർഡ് ആകുമ്പോൾ ജ്യൂസ് കുടിക്കുന്ന പോലെ, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉറങ്ങണം തോന്നുന്ന പോലെയാണ് എനിക്ക് ഇതും. അപ്പൊ ഇവരുടെ ആ ഒരു മെന്റൽ കണക്ഷൻ എനിക്കത് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഐ എം അഡിക്റ്റഡ്. അതെന്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സും കൂടി പറയാം. ദാറ്റ് വിൽ ബി മൈ സ്ട്രെങ്ത് ആൻഡ് മൈ വീക്ക്നെസ്. അപ്പൊ അതുണ്ട്. അതുകൊണ്ട് ഇപ്പൊ കോളേജിൽ പോയി ഞാൻ കോളേജിലെ കാര്യം മാത്രം അല്ല, 4 മണി വരെ കോളേജിലെ കാര്യം നോക്കും. 4 മണിക്ക് ശേഷം ഫുൾ ബ്ലഡ് ടിൽ 9 o'clock മീറ്റിംഗ്, ഡിസ്കഷൻ, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അടുത്ത പ്രോജക്റ്റിന്റെ ഡിസ്കഷൻ ഉണ്ടാവും. 9 മണി വരുമ്പോൾ അത് കഴിഞ്ഞു. പിന്നെ എന്റെ ടൈമാണ്. ഞാൻ റീലറാണ്. ഞാൻ ചുമ്മാ എന്തെങ്കിലുമൊക്കെ സാധാ റീല് മുതൽ നല്ല റീല് വരെ, അത് ആൾക്കാര് കാണുന്നുണ്ടോ, ലൈക്ക് ചെയ്യുന്നുണ്ടോ, കമന്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എന്റെ കൺസേൺ അല്ല. പക്ഷെ ഐ ആം ഹാപ്പി ടു ഡു ദാറ്റ്. എനിക്കിഷ്ടാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. എന്നിരുന്നാലും സെൽഫ് എൻജോയ്മെന്റ്. അപ്പൊ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കമന്റ് ചെയ്യാറുണ്ട്. പിന്നെ ഈ മെസ്സഞ്ചറിലും സോഷ്യൽ ഇൻസ്റ്റാഗ്രാമിലുള്ള മെസ്സേജസ് എല്ലാം ഞാൻ വായിക്കാറൊന്നുമില്ല. ചിലതൊക്കെ റാൻഡംലി വായിക്കാറുള്ളൂ. അതാ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഐ എം പ്രൈവറ്റ് പേഴ്സൺ. എനിക്ക് ആ ഒരു സർക്കിളിലാണ് ഞാൻ കംഫർട്ടബിൾ. അല്ലാത്ത എല്ലാരും ഐ ഫീൽ സ്ട്രേഞ്ചർ സംടൈംസ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇല്ല. പക്ഷെ വർക്ക് പ്ലേസിൽ ഐ എം കിങ്, ഐ എം എ ക്വീൻ, ഐ എം ബോൾഡ്. അവിടെയാണ് ഞാൻ ബോൾഡ് ആക്ച്വലി. എന്നാലും ആ ഒരു കിട്ടിയ സമയം, അതെ, ആ കിട്ടിയ സമയം ഞാന് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഫാമിലി ആൻഡ് ആ ഒരു ഇത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. പാട്ട് കേൾക്കാൻ മറക്കാറില്ല, റീൽ ചെയ്യാൻ മറക്കാറില്ല, ഹെൽത്ത് ടിപ്സ് ചെയ്യാൻ മറക്കാറില്ല, എക്സസൈസ് ചെയ്യാൻ മറക്കാറില്ല, എന്റെ മദറിനെയും എന്റെ സിസ്റ്ററായിട്ട് സംസാരിക്കാൻ ഞാൻ മറക്കാറില്ല. പിന്നെ തിരക്കുള്ള സമയത്തിൽ അവർക്ക് അറിയാം ഞാൻ എവിടേക്കാണ് പോകുന്നത്, ഏത് സമയത്താണ് വിളിക്കേണ്ടത് എന്നുള്ളതെല്ലാം അറിയാം. കാരണം അതുകൊണ്ട് തന്നെ എന്റെ എല്ലാ വർക്കും ഇങ്ങനെ, ഇപ്പൊ ജയായും മറ്റുള്ളവരൊക്കെ എന്നോട് എപ്പോഴും പറയും, നിങ്ങൾ, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, ഒരു പ്രൊഡ്യൂസറാ ശ്രീജിത്ത്, എപ്പോഴും പറയും ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. ഇത് എന്റെ പാർട്ട് ഓഫ് ലൈഫാണ്. ഇപ്പൊ നമ്മൾ രാവിലെ ചോറ് വെക്കുന്നു, കറി വെക്കുന്നു, ഉപ്പേരി വെക്കുന്നു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കുന്നു, പിന്നെ ഡിന്നർ. ഇത് തന്നെയല്ലേ ഒരു, പിന്നെ മക്കൾ 3 പേര്, 3 ടൈപ്പ്, 3 പ്രായങ്ങൾ, അതൊക്കെ നോക്കി മാനേജ് ചെയ്ത് വന്ന വ്യക്തികളല്ലേ നമ്മൾ. ഇന്ന് നമ്മൾ അപ്പൊ ഇന്ന് നമ്മൾ വലിയ പ്രൊഡ്യൂസറാന്ന് പറഞ്ഞ ഒരു ക്യാപിട്ട് ഇരിക്കേണ്ടതല്ലല്ലോ. അപ്പൊ ഇതെല്ലാം മാനേജ് ചെയ്തത് കൊണ്ടൊക്കെ തന്നെ ഒരു വുമൻ, ഒരു മദർ എന്ന നിലയ്ക്കും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് വന്നത് ചെറുപ്പം മുതലേ.
അപ്പോ അങ്ങനെ എൻ്റെ അമ്മേനെ ഞാൻ കാണുന്നുണ്ട്, എൻ്റെ സിസ്റ്ററെ കാണുന്നുണ്ട്, എൻ്റെ ഫാമിലീസിനെ കാണും, എൻ്റെ മദർ ഇല്ല, ഫാദർ ഇല്ല, എല്ലാരെയും ഞാൻ കണ്ട് മനസ്സിലാക്കി. എൻ്റെ മക്കളുടെ ആ യൂത്ത് ചേഞ്ചസ് ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ സ്റ്റുഡൻസിനെ ഞാൻ മനസ്സിലാക്കുന്നു. ഐ വിൽ ക്ലീൻ ഒബ്സർവർ, ഐ വിൽ നോട്ട് റിയാക്ട് ഈസിലി, ബട്ട് ഞാൻ വളരെ ഒബ്സർവ് ചെയ്യും എല്ലാരെയും. അപ്പോ അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു 24/7 അത് തന്നെ വലിയ സമയമല്ലേ. ഇത്രേ വലിയ ആൾക്കാര് സയന്റിസ്റ്റ് ഒക്കെ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ കുഞ്ഞ് നത്തൽ മീന് ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താണ് ഉള്ളത്? അതുകൊണ്ട് നമ്മുടെ ലൈഫ് ഫ്യൂച്ചർ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ ലൈഫ്. അപ്പം നമ്മൾ ഈ കിട്ടുന്ന ഓരോ സെക്കൻഡും ഓരോ ടൈമും പ്രൊഡക്റ്റീവ് ആയിട്ടും പേഴ്സണൽ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടും എൻജോയ്മെന്റ് വേണ്ടിയിട്ടും യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി നമുക്കും നമ്മുടെ കുടുംബത്തിനും നാട്ടിനും ഒരു ഹേർട്ട് ആവാത്ത രീതിയിലുള്ള സന്തോഷങ്ങളും എന്താ പറയാ ഹാപ്പിനെസ്സും ഒക്കെ ചെയ്ത് ഹോം മേക്കറും ടീച്ചറും ഐ എം വെരി ഹാപ്പി. അപ്പൊ ഇനിയിപ്പോ ഇന്ന് സൺഡേ ആണ്, നാളെ രാവിലെ 9 മണിക്ക് ഞാൻ കോളേജ് പ്രൊഫസർ ആയിട്ട് പോകും. അത് കഴിഞ്ഞ വീട്ടിലെത്തുമ്പോൾ ഹോം മേക്കർ ആവും. അങ്ങനെ പിന്നെ എന്റെ കൂടെയുള്ള സർക്കിൾസിന് മാറ്റമില്ല, എന്റെ കൂടെയുള്ള സർക്കിളിന് മാറ്റമില്ല. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ പോവുകയാണ്. അത് ദൈവാനുഗ്രഹം. താങ്ക് യു ഫോർ ദാറ്റ് ഇൻസ്പയറിംഗ് വേർഡ്സ്. അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി ഒരു ലാസ്റ്റ് ചോദ്യമാണ് ഉള്ളത്. എന്തൊക്കെയാണ് ഇതൊരു തുടക്കമാവട്ടെ ജയക്ക്. ജയ ഇതുപോലെ ഒരുപാട് സെലിബ്രിറ്റീസിനെയും നല്ല നല്ല പേഴ്സണാലിറ്റിനെയും ഇന്റർവ്യൂ ചെയ്യട്ടെ. അപ്പൊ അതൊക്കെ ടാഗ് ചെയ്യുക, ശ്രമിക്കുക, നല്ല പേഷ്യന്റ്ലി ഒരുപാട് സ്റ്റുഡന്റിനെ പോലെ പ്രിപ്പയർ ചെയ്ത് ചോദിച്ച് ക്ലിയർ ചെയ്ത് ഈവൻ അത് എങ്ങനെ പ്രസന്റ് ചെയ്യണം, എങ്ങനെ കോസ്റ്റ്യൂം മേക്കപ്പ് മുതല് ആ ഒരു എന്തൂസിയാസം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് നല്ലൊരു ക്വാളിറ്റിയാണ്. ഇപ്പൊ എന്റെ ഫ്രണ്ട് എന്ന നിലയ്ക്കും ദേവിക് പ്രൊഡക്ഷൻ LLPയുടെ പേരിലും എന്റെ മൊത്തം ക്രൂ മെമ്പേഴ്സിന്റെ പേരിലും ഞാൻ താങ്ക്സ് പറയാണ്. കാരണം എനിക്ക് ഒത്തിരി വെന്റിലേറ്റ് ചെയ്യാൻ പറ്റി. എന്നോട് ഇതുപോലെ ചോദിക്കാനും ജയ ശ്രമിച്ചു, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റി. മറ്റുള്ളവരൊക്കെ ഒരു പോസിറ്റീവ് സൈഡ് മാത്രമേ ചോദിക്കുള്ളൂ, വല്ലാതെ. പിന്നെ എന്നെ കിട്ടാറുമില്ല ചോദിക്കാനായിട്ട്. ഐ എം നോട്ട് എ പേഴ്സൺ അവൈലബിൾ ഓൾവേസ്. ഞാൻ അങ്ങനെ ആരോടും യെസ് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിലും കയറി പോകുന്ന ആളേ അല്ല. പക്ഷെ ജയ പറഞ്ഞപ്പോ, ജയ ഫസ്റ്റ് ടൈമാന്ന് പറഞ്ഞപ്പോ എനിക്കത് ചെയ്യണമെന്ന് ഞാൻ അപ്പൊ ഡിസൈഡ് ചെയ്തു. പിന്നെ കുറെ കമ്മിറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും ഞാൻ ഫ്രീ മൈൻഡഡ് ആയിരുന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയി പോയത്. അപ്പൊ വളരെ താങ്ക്സ് ജയ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സോ മച്ച് ഡോക്ടർ. എനിക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാനുണ്ട്. അതായത് എന്താണ് ഇനി അപ്കമിങ് പ്രോജക്ട്സ്? ഓഡിയൻസിന് എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? അപ്കമിങ് പ്രോജക്ട് ഞാൻ ഇപ്പോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എഴുത്തിനെ സംബന്ധിച്ചോളം ഇപ്പൊ നമ്മൾ മാറ്റി എഡിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്ത് രാത്രിയും പകലും എഴുതും. ചില ദിവസം കുറച്ച് ദിവസം എഴുതില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ പ്രോജക്റ്റ് അടുത്തത് ഒരു കമേഴ്ഷ്യലിലേക്ക് വരണം. ഡോക്ടർ ജാനറ്റ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ പ്രൊഡ്യൂസർ, ദേവിക് പ്രൊഡക്ഷൻ LLP എന്നുള്ളത് ലോകമെമ്പാടുള്ള ജനങ്ങളെ അറിയാനും വേണ്ടിയിട്ടുള്ള ടൈം എടുത്ത് നല്ലപോലെ പ്ലാൻ ചെയ്ത് നല്ല ആർട്ടിസ്റ്റുകളെ വെച്ച് ടെക്നീഷ്യൻസിനെ വെച്ച് ഒരു പടം എത്രയും പെട്ടെന്ന്, അത് 2 ഇയർ ആവാം, 2 months ആവാം, ഡിപ്പെൻഡ്, അത് ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് 24/7. അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കണം, എന്റെ പടം കാണണം. പിന്നെ നന്നായിക്കുടയുടെ പടം തിയേറ്റർ റിലീസ് ഉണ്ടായിരുന്നു, 4 വീക്ക് ഓടി. പിന്നെ OTT നമ്മൾ സെല്ല് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഏത് പ്ലാറ്റ്ഫോമിലും വന്നിട്ടില്ല. ആൾക്കാർ വിചാരിക്കാതെ എവിടെയാ കാണാൻ പറ്റുക എന്നുള്ളത്. ഉടനെ അത് ഉണ്ടാവും, അത് ഉടനെ ഉണ്ടാവും. അപ്പൊ ഉണ്ടാവുമ്പോ എല്ലാരെയും അറിയിക്കുന്നതായിരിക്കും. അടുത്ത പ്രോജക്റ്റും ഉണ്ടാവട്ടെ. അപ്പോ നല്ല സത്യസന്ധമായിട്ട്, നല്ല റെസ്പോൺസിബിൾ ആയിട്ട്, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ട് വരുന്ന ആൾക്കാർ, ഒരു ടൈം പാസ് അല്ലാതെ വെറുതെ ഒരു രസത്തിനല്ലാതെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്നവരെല്ലാരും നമ്മുടെ ദേവിക് പ്രൊഡക്ഷൻ ടീമിനെ സമീപിക്കണം, ഹെൽപ്പ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതെല്ലാമാണ് നമ്മൾ ഒരു ഇന്നോവേറ്റീവ് ക്രിയേറ്റീവ് വർക്കേഴ്സിനെ സംബന്ധിച്ചോളം ഒരു മോട്ടിവേഷൻ. അത് നമ്മൾ ചെയ്താൽ മാത്രം പോരാ, കാണാനും അത് ക്രിട്ടിസൈസ് ചെയ്യാനും അതിനെക്കുറിച്ച് എഴുതുവാനും
നമുക്ക് നമ്മളെ സാധാരണ ആൾക്കാരും അല്ലാത്ത പ്രൊഫഷണലും ആൾക്കാരുടെ ആവശ്യം സഹായം നമുക്ക് വേണം. അതുകൊണ്ട് അടുത്ത പ്രോജക്റ്റ് ഉടനെ ഉണ്ടാവണം. അതിനുവേണ്ടി ഞാൻ കഷ്ടപ്പെടുക സത്യം പറഞ്ഞ. ഡോക്ടർ അടുത്ത പ്രോജക്റ്റ് വളരെ സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഡോക്ടറുടെ എല്ലാ ആഗ്രഹങ്ങളും സർവേശ്വരൻ അതെല്ലാം നടത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇത്രയും സമയം നമ്മളുടെ കൂടെ ചെലവഴിച്ച ഡോക്ടറിന് വളരെയധികം സ്നേഹത്തോടു കൂടി എന്റെ താങ്ക്സ് പറയുകയാണ്. താങ്ക് യു വെരി മച്ച്. അതുപോലെ തന്നെ ഒരു ലാസ്റ്റ് കാര്യം പറയാനുള്ളത്, ഡോക്ടർ എപ്പോഴും പുതുമുഖങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ആണ് എന്നെയും. ഞാൻ ഒരു ഇന്റർവ്യൂർ, ഫസ്റ്റ് ടൈം ഇന്റർവ്യൂർ എന്നുള്ള രീതിയിൽ എനിക്കും തന്ന സപ്പോർട്ട് വളരെ നല്ല ഒരു സപ്പോർട്ടാണ് ഡോക്ടർ തന്നിരിക്കുന്നത്. അതിനും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.